ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശുവിൻ്റെ ശബ്ദമാണ്. ദൈവം ഇന്ന് പകൽ നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. കുശവൻ ഒരു കളിമണ്ണിനെ തൻ്റെ കരങ്ങളിലെടുത്ത് ചക്രത്തിന്മേൽ ഒരു പാത്രമായി രൂപപ്പെടുത്തുന്നത് പോലെ ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിൻ്റെ പണി കഴിഞ്ഞ് ആ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ ആ വീട് പണിയുടെ മനോഹാരിത നാം കാണുകയാണ്. എന്നാൽ അത് പണിത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് നാം ഒന്നവിടെ ചെന്നാൽ അതിൻ്റെ രൂപം പൂർണ്ണമല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ മനോഹാരിത കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ലോകം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു രൂപമില്ലാത്തതുപോലെ, നിങ്ങളുടെ പണി പൂർത്തീകരിക്കപ്പെടാത്തതുപോലെ, ഉടഞ്ഞു കിടക്കുന്നത് പോലെ, തകർന്നിരിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും വിശ്വസിക്കുക, ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് നമ്മെ പണിയുന്നത്? ഒരു കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ കുഞ്ഞിൻ്റെ അകത്ത് കിടക്കുന്ന ആ പാൽ, ആ സമീകൃത ആഹാരം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ശരീരത്തിൽ പുഷ്ടി വരുന്നത് പോലെ നിങ്ങൾ വായിക്കുന്ന വചനം, കണ്ടെത്തി ഭക്ഷിക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ദൈവം തൻ്റെ വചനത്താലാണ് നമ്മെ ഓരോരുത്തരെയും പണിതുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾ എന്തായിത്തീരണമെന്നുള്ള ഒരു ചിത്രമുണ്ട്. നിങ്ങൾ എന്താകുമെന്ന് അവൻ കാണുന്നുണ്ട്. ആ പണിയെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നാണ് യേശു അരുളി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ, യേശുവിൻ്റെ ശബ്ദം കേട്ട് പിന്തുടരുന്നവരാണെങ്കിൽ, യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ഉയർപ്പിനെ തടയാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയാലും അത് വെറും മണ്ണായി ശരീരത്തെ തിരിച്ചറിയാൻ കഴിയാതെ മണ്ണിൽ അഴുകിച്ചേർന്നാലും, പ്രിയപ്പെട്ടവരെ, കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ ഉയർപ്പിനെ തടയാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള നിത്യതയിൽ നിങ്ങൾ പ്രവേശിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാടാത്ത കിരീടം നിങ്ങൾ പ്രാപിക്കും. ദൈവം നിങ്ങളെ തേജസ് അണിയിപ്പിക്കും. ദൈവം നിങ്ങൾക്ക് മാന്യത നൽകും. ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ച നിന്ദയ്ക്ക്, പരിഹാസത്തിന് ദൈവം നിങ്ങളെ മാനം അണിയിക്കും. വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണം അടുത്തു വരികയാണ്. ദേശം കാണത്തക്കവണ്ണം ദൈവം നിങ്ങളെ മാനിക്കുന്ന സമയങ്ങൾ
അടുത്തു വരികയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. ആ പേര് വിളിക്കുന്ന സുദിനം അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ മാന്യതകൾ മുൻപിലുണ്ട്. പ്രത്യാശയോടെ ചുവടുകൾ വയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.